ഹായ്, ഐലൻഡ് ഫാമിൽ തന്നെയാണുള്ളത്. ഇന്നത്തെ ഇവിടെ നമ്മൾ ഐ ലവ് ഐലൻഡ് എന്ന ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ സിമെന്റിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത്. ഇത് നമുക്ക് പാർക്കിലല്ലാതെ നമ്മുടെ വീട്ടിലെ ഗാർഡനിലൊക്കെ നമുക്ക് ഇതേപോലെ വീടിന്റെ പേരൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് 2.5 മീറ്റർ ഗ്യാപ്പ് വെച്ചുകൊണ്ട് 2 മരങ്ങൾ ആദ്യം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കുഴികൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഫൂട്ട് ആഴത്തിൽ നമ്മൾ ഈ കുഴികൾ റെഡിയാക്കി എടുക്കുന്നു. അപ്പോൾ 1.5 ഫൂട്ട് ആഴത്തിൽ നമ്മൾ 2 കുഴികൾ തയ്യാറാക്കി. ഇനി ആ കുഴികളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുത്തി ഇളക്കി നമുക്ക് ഈ കോൺക്രീറ്റ് നിറച്ചെടുക്കണം. കോൺക്രീറ്റ് നിറച്ചതിന് ശേഷം നമ്മൾ 6 അടി പൊക്കത്തിൽ 8 mm 3 കമ്പികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഈ കോൺക്രീറ്റിലേക്ക് നമ്മൾ ആഴ്ത്തി ഉറപ്പിച്ചെടുക്കും. അപ്പോൾ 2.5 മീറ്റർ ഗ്യാപ്പിൽ 2 കുഴികൾ എടുത്ത് അതിൽ കോൺക്രീറ്റ് നിറച്ച ശേഷം നമ്മൾ 6 ഫൂട്ട് ഉയരത്തിലുള്ള 3 8 mm കമ്പികൾ നമ്മൾ ഉറപ്പിച്ചു 2 ഭാഗത്തായിട്ട്. ഇനി ഇത് സെറ്റായിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, കമ്പിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി ഒരു 2 അടി പൊക്കത്തിൽ നമുക്കിതൊന്ന് കൂട്ടി കെട്ടിയെടുക്കണം. അതായത് 3 കമ്പി ഒരുമിച്ച് നമ്മൾ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലൊരു കമ്പി വളച്ച് നമ്മളൊരു കമ്പ് പോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചില എക്സ്ട്രാ കമ്പികളൊക്കെ കൊടുത്ത് ഈ മരത്തിനൊരു 3-4 കമ്പുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കുന്നു. അപ്പം മരത്തിന് എല്ലാ ഭാഗത്തേക്കായിട്ട് കമ്പുകളൊക്കെ നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ കമ്പികൾ ചണച്ചാക്കിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ചണച്ചാക്ക് ചെറിയ പീസുകളാക്കി അത് സിമെൻറ്റിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം, സിമെൻറ്റ് മാത്രമാണ്, അത് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ അതിൽ ചണച്ചാക്കിൻ്റെ പീസുകൾ മുക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ കമ്പിയിൽ ചുറ്റിയെടുത്ത് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നു. അപ്പോൾ കമ്പിയിൽ എല്ലാ ഭാഗത്തും സിമെൻറ്റ് മുക്കിയ ചണച്ചാക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ ചണച്ചാക്കിന് മുകളിൽ സിമെൻറ്റ് തേച്ച് കൊടുക്കണം. അപ്പോൾ സിമെൻറ്റും എംസാൻഡും 2:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മരങ്ങളിലേക്ക് വേണ്ടുന്ന ലീഫുകളും അതേപോലെ തന്നെ ഐ ലവ് ഐലൻഡ് എന്ന് എഴുതാനുള്ള ലെറ്ററുകളും തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ലീഫുകളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമ്മൾ സിമെൻറ്റും എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം നമ്മൾ 3:1 എന്ന രീതിയിലാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അത് കുഴച്ചതിന് ശേഷം ഒരു നല്ല പ്രതലത്തിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ച് അതിൽ നമ്മൾ ഇതേപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് നിരത്തി മിനുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മുകൾ ഭാഗം നന്നായിട്ട് മിനുക്കിയതിന് ശേഷം നമ്മൾ ആ ലീഫിൻ്റെ മുകളിലുള്ള നാരുകളൊക്കെ നമ്മൾ ഇതേപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ലീഫുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ലെറ്ററുകൾ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഐ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എസ് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗത്ത് കമ്പി കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. 6 mm കമ്പിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
ലെറ്ററുകൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ സൈഡ് ഭാഗമൊക്കെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് പൊടി വിതറി നന്നായിട്ട് മിനുക്കി എടുത്തതിന് ശേഷം ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ലെറ്ററുകൾ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ലെറ്ററുകളും അതേപോലെ തന്നെ നമ്മുടെ ലീഫുകളും 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ലീഫുകളും ലെറ്ററുകളൊക്കെ 3-4 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ സിമെൻറ്റ് തേച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മളിത് ഈ കമ്പുകളിലൊക്കെ ഒട്ടിച്ചിട്ട് ഈ ലീഫുകളൊക്കെ നമ്മൾ കെട്ടി നിർത്തുന്നുണ്ട്. അതായത് നന്നായിട്ട് ആ ഒട്ടിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കെട്ട് അയച്ചെടുക്കുന്നത്. അപ്പോൾ ലീഫുകളൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്ററുകൾ ഒട്ടിച്ചെടുക്കാം. ലെറ്ററുകൾ ഒട്ടിച്ച് നമ്മൾ കെട്ടി നിർത്തുന്നുണ്ട്. അതായത് കയറോ അതായത് കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ലീഫുകളും അതേപോലെ തന്നെ നമ്മുടെ ലെറ്ററുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നന്നായിട്ട് നനച്ച് കൊടുക്കണം. പിന്നീട് ഉണങ്ങിയാൽ നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കും. അപ്പോൾ ലീഫും ലെറ്ററുകളൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒരു 3-4 ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തു. പിന്നീട് ഒരു 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ പൂർത്തിയായി. ഇത് നമ്മുടെ ഈ ഐ ലവ് ഐലൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ മതിലിൽ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അത് നമ്മുടെ ഐ ലവ് ഐലൻഡ് എന്ന ഫോട്ടോഷൂട്ട് ഏരിയ. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താണ്. പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള വർക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.